3.5 വയസ്സായ എൻ്റെ മകൾക്ക് കല്യാണാലോചനകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നഗ്ന സത്യം മനസ്സിലായത്. അതെ, കേരളത്തിൽ വല്ലാണ്ട് പെൺപിള്ളേർ കുറഞ്ഞിരിക്കുന്നു. എങ്ങനെ കുറയാതിരിക്കും? 10ാം ക്ലാസ്സിലെ വെക്കേഷൻ അമ്മായിയുടെ വീട്ടിൽ അരി പൊടിപ്പിക്കാൻ പോകുന്ന പോലെയല്ലേ പെൺപിള്ളേർ ഇപ്പോൾ ഒളിച്ചോടി പോകുന്നത്. പിന്നെ 2K കിഡിൻ്റെ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളും കുറച്ച് കരുതലുകൾ എടുത്തേക്കാം എന്ന് കരുതി. ഇനി ചെക്കനെക്കുറിച്ചുള്ള ഡിമാൻഡുകൾ പറയാം. ചെക്കൻ്റെ പേരിൽ മിനിമം 1 ഏക്കർ തെങ്ങുംപെരയുടെ എങ്കിലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ തറവാട്ട് മഹിമ പറയാനാണെങ്കിൽ ഈ കണ്ട പാമോയിലും കടുകണ്ണയൊന്നും കടുവറക്കുന്ന വീട്ടിലേക്ക് എൻ്റെ മോളെ ഞാൻ പറഞ്ഞു വിടത്തില്ല. നല്ല ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ കടുക് വറക്കുന്ന വീട്ടിലേക്ക് എൻ്റെ കുട്ടീനെ ഞാൻ പറഞ്ഞേക്കും. അതിനിപ്പം അന്യഗ്രഹമായ പ്ലൂട്ടോയോ നെപ്റ്റൂണോ ഈവൻ ചന്ദ്രനാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് വിഷയമില്ല. കാരണം രാവിലത്തെ കാപ്പിക്ക് പുട്ടിനിടയിൽ വെക്കുന്ന തേങ്ങ അതിനുശേഷം വളരെ ശ്രദ്ധാപൂർവം അതിലീന്ന് മാറ്റി ഉച്ചക്കത്തെ തോരനും പോരാത്തതിന് കറിക്കും കൂട്ടി അരയ്ക്കുന്ന എന്നോട് എൻ്റെ ഈ ഫ്രണ്ടിലത്തെ 2 പല്ല് കണ്ടില്ലേ, അത് എലിയോട് സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എലിയൊന്നുമല്ല. ചേട്ടാ, തേങ്ങ തീർന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങേര് നോക്കുന്നൊരു നോട്ടമുണ്ട്. ഇനിയിപ്പോൾ എങ്ങാണ് എണ്ണ തീർന്നു എന്നാണ് പറയുന്നതെങ്കിൽ കുടിച്ചോ കുളിച്ചോ ബാക്കി ക്ലോസറ്റിൽ ഒഴിച്ചോ എന്ന് വരെ അങ്ങേരെന്നെ നോക്കി ചോദിക്കുന്നത്. ഇമാതിരി മുള്ളു കുത്തുന്ന വാക്കുകളൊന്നും എൻ്റെ കുട്ടി കിച്ചണിൽ നിന്ന് കേൾക്കാനിടയാവരുത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കരുതിയത് നേരത്തെ ഇമാതിരി ബയോഡേറ്റകൾ കൊടുത്തേക്കാമെന്ന്. എൻ്റെ കുട്ടി പഠിക്കുന്ന നഴ്സറിയുടെ QR കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ QR കോഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ ആണെങ്കിൽ പിന്നെ ABCD ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, അക്ഷരങ്ങളൊക്കെ കുറവുണ്ടാവും. പിന്നെ എണ്ണാൻ 1 2 3 അത്രയൊക്കെ ആയുള്ളൂ. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പഠിത്തമല്ലല്ലോ വലുത് ഇപ്പോഴത്തെ കാലത്ത്, അല്ലേ? ശരിയെങ്കിൽ